വള്ളിക്കുന്നിൽ സ്ഥാനാർത്ഥിയാകാൻ ലീഗ് സംസ്ഥാന സെക്രട്ടറി ഷാഫി ചാലിയത്തെ സമീപിച്ച LDF. TV ഇബ്രാഹിമിനെ സ്ഥാനാർത്ഥിയാക്കിയതിലെ അതൃപ്തി മുതലെടുക്കാനാണ് LDF നീക്കം. ഷാഫി ചാലിയം അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. മുഹമ്മദ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേർന്നു. അസ്ലം, ഒരു വശത്ത് അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ LDF പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടെയാണ് ഷാഫി ചാലിയത്തെ കൂടി പാളയത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും അതോടൊപ്പം തന്നെ മാധ്യമ വക്താവുമായ ഷാഫി ചാലിയത്തെ LDFിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി തന്നെ LDF നേതാക്കൾ നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് വള്ളിക്കുന്ന് എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിലേക്കുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അവർ ആലോചിക്കുന്നത്. കാരണം വള്ളിക്കുന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ TV ഇബ്രാഹിം, നേരത്തെ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹത്തെ അവിടെ നിയോഗിച്ചതിൽ അവിടെ പാർട്ടിക്കകത്ത് തന്നെ മുസ്ലിം ലീഗിനകത്ത് ചില അതിർത്തികളുണ്ട്. അത് മുതലെടുക്കാൻ കഴിയുമെന്ന ആലോചനയാണ് LDF ഉള്ളത്. നിലവിൽ INL-ലാണ് ആ സീറ്റുള്ളത്. INL-ഉം നാഷണൽ ലീഗും രണ്ടുപേരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. രണ്ടു കൂട്ടരും ഷാഫി ചാലിയുമായി ബന്ധമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഷാഫി ചാലിയത്തോട് അവർ സംസാരിക്കുകയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് വള്ളിക്കുന്ന്. മാത്രമല്ല വള്ളിക്കുന്നിലെ കമ്മ്യൂണിറ്റി റിസർവ് സംബന്ധിച്ചുള്ള സമരങ്ങളിലൊക്കെ ശ്രദ്ധേയമായ സാന്നിധ്യമായിരുന്നു ഷാഫി ചാലിയും. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട പ്രഭാഷകനും ലീഗിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട വക്താവുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ നിർത്തുകയാണെങ്കിൽ ലീഗിനകത്തുള്ള അതിർത്തിയും അതോടൊപ്പം LDFിന് ലഭിക്കാൻ കഴിയുന്ന LDFിന്റെ പരമ്പരാഗത വോട്ടുകളോട് ചേർത്താൽ വള്ളിക്കുന്നിൽ വിജയം അപ്രാപ്യമല്ല എന്നാണ് LDFിന്റെ വിരുദ്ധ. അതിനുവേണ്ടിയുള്ള ഊർജിതമായ ശ്രമം നടക്കുകയാണ്. അതേസമയം ഇതുവരെ അദ്ദേഹം എസ് എന്നുള്ള കാര്യം മൂളിയിട്ടില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹത്തെ INL നേതാക്കളും LDF നേതാക്കളും CPM നേതാക്കളും ചർച്ചകൾ നടത്തുന്നു. എന്തായാലും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംബന്ധിച്ച് ലീഗിന്റെ ഒരു അതിർത്തി കൂടി വ്യക്തമാക്കുകയാണ്. ഷാഫി ചാലിയത്തിന് സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നാണ് വള്ളിക്കുന്നിലത്തിന്റെ പേര് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചില്ല. ഈ അവസരം മുതലെടുക്കാൻ കഴിയുമോ എന്നതാണ് CPM-ന്റെയും LDF-ന്റെയും INL-ന്റെയും ശ്രമം. എന്തായാലും അത് എത്രത്തോളം വിജയം കാണുമെന്ന് നമുക്കറിയില്ല. എന്തായാലും സജീവമായ ചർച്ചകൾ നടക്കുന്നുണ്ട്.